കേരളത്തിലെ മെഡിക്കൽ എൻട്രൻസ് പ്രവേശനത്തിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി ആര്യ RSന് 1ാം റാങ്ക്. തീർച്ചയായിട്ടും പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ ഓൺലൈൻ ബാച്ചിലായിരുന്നു. ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ നമുക്കറിയാം ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും എനിക്ക് ഓൺലൈനിൽ കിട്ടിയിട്ടുണ്ട്. നീറ്റ് 2023 പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയത് താമരശ്ശേരിയുടെ അഭിമാനമായ ആര്യ RS എന്ന പെൺകുട്ടിയിലേക്കായിരുന്നു. 720-ൽ 711 എന്ന ഉജ്ജ്വല സ്കോറോടെ കേരള 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആര്യ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിന്നാണ് ആര്യ ഈ ചരിത്ര നേട്ടം കൈവരിച്ചത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഫലം വന്നതിന് പിന്നാലെ ബ്രില്യന്റിലേക്ക് ആര്യ എത്തിയത് സഹപ്രവർത്തകർക്കും അധ്യാപകർക്കും കണ്ടുനിന്ന ആയിരക്കണക്കിലധികം വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ആവേശമായി. വിജയത്തിലേക്ക് മാറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേയിൽ വെച്ച് ADGP MR അജിത് കുമാർ അവർകളിൽ നിന്നും ബ്രില്യന്റ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ആര്യ ഏറ്റുവാങ്ങി. ആര്യ ഇന്ന് സ്വപ്നം കണ്ടതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. തിരക്കേറിയ MBBS പഠനത്തിനിടയിലും വരാനിരിക്കുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ആര്യ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ ഇത് ഒരുപാട് പ്രചോദനമാകുമെന്ന് ഉറപ്പാണ്. ശരിക്കും നമുക്ക് നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട്, നമ്മൾ ഇത്രയും നാളും പഠിച്ചത് എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എക്സാമിൻ്റെ ഒരു സമയത്താണ്. ഒരു എക്സാമും ആരും സ്കിപ്പ് ചെയ്യരുത്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്, എല്ലാ എക്സാംസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ എക്സാംസും എല്ലാവരും എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ടെൻഷൻ വരുന്നത്. അതേപോലെ ടൈം മാനേജ്മെൻറ്റ് അത് പ്രാക്ടീസിലൂടെ മാത്രം വരുന്നൊരു കാര്യമാണ്. നമ്മൾ എക്സാം എഴുതി ശീലിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് ഫൈനൽ നീറ്റ് എക്സാമിന് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 720 തന്നെ ടാർഗറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരും പഠിക്കുക. നമ്മൾ ചിലപ്പം 100% പെർഫെക്ഷനിൽ നമുക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻപുട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക് 23, കേരള റാങ്ക് 1, പെൺകുട്ടികളിൽ ഓൾ ഇന്ത്യ റാങ്ക് 3. ഇത്രയും ബീറ്റ് ചെയ്ത് അന്ന് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ അഭിമാനമായി മാറിയ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്, നമ്മുടെ ആര്യ RS. വീടിനെ ഒത്തിരി സ്നേഹിക്കുന്ന, കോഴിക്കോടിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനി. അവൾ അന്ന് എല്ലാവരും ഡൽഹി എയിംസിലേക്ക് പോകുമെന്ന് ചിന്തിച്ചപ്പോൾ അത് വേണ്ട എന്ന് കരുതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് MBBS സെലക്ട് ചെയ്തു. ഇന്ന് എന്നോടൊപ്പം ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ കാലിക്കറ്റ് ക്യാമ്പസിൽ വന്നിരിക്കുമ്പോൾ ആര്യ RS ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. ഒരു പക്ഷേ ഈ സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇതുപോലുള്ള വിജയിച്ചവരുടെ വാക്കുകളായിരിക്കും അല്ലേ? ആദ്യം ഞാൻ ആര്യയോട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചോദിക്കട്ടെ. മോനെ, ആദ്യം തന്നെ ചോദിക്കാം, ബ്രില്യന്റിൽ നിന്ന് തിരിച്ചതേ ബ്രില്യന്റിലേക്ക്, ഇടയ്ക്ക് 2-3 വർഷം കോഴിക്കോട് ക്യാമ്പസിലാണ്. അപ്പോൾ ബ്രില്യന്റിൽ നിന്നും ബ്രില്യന്റിലേക്കുള്ള ഈ വരവ് മോൾക്ക് എങ്ങനെ പറയാം? ശരിക്കും പറഞ്ഞാൽ ബ്രില്യന്റിലേക്ക് എപ്പോൾ വരിക എന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണത്. അപ്പോൾ എന്നെ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ അന്നത്തെ ഓൺലൈൻ കോഴ്സ് കോർഡിനേറ്റർ ആയിരുന്ന അജയ് സാർ ഇങ്ങനെ ബ്രില്യന്റിലൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ബ്രില്യൻ്റ് ആണെങ്കിലും പിന്നെ അതുപോലെ ഞാൻ പഠിച്ച സ്കൂളാണെങ്കിലും നമ്മൾ അവിടേക്ക് തിരിച്ചു ചെല്ലുക എന്ന് പറയുമ്പം അത് എനിക്ക് തോന്നുന്നു ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു മുഹൂർത്തമായിരിക്കും. അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. ഇവിടെ വന്ന് കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഈ ഒരു എക്സാമിൻ്റെ ഒരു ചൂട് വന്നൊരു സമയമാണ്, ഇപ്പം മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങാറായ ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഓൺലൈൻ ബാച്ചിലൊരു വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇതേപോലെ ഈ ഒരു സമയത്ത് ഈ കോഴിക്കോട് ബ്രില്യൻ്റ് സെൻറ്ററിൽ വന്നിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ അതൊക്കെ ആ ഓർമ്മകളൊക്കെയാണ് ഇപ്പം എനിക്ക് വരുന്നത്.
അപ്പോൾ മോൾ ഈ മനോഹരമായ നൊസ്റ്റാൾജിക് മൊമെന്റിലേക്ക് കടന്നു പോകുമ്പോൾ പോലും മോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, കുറേ കുട്ടികൾ ഓടി വന്നിട്ട് ഒത്തിരി ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ പേഴ്സണലി. അപ്പോൾ അവരുടെ എല്ലാം മുഖം കണ്ടപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു കീ ഡൗട്ട് എന്തായിരുന്നു മോനെ? അത് അഡ്രസ്സ് ചെയ്താൽ ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്ന കുറേ കുട്ടികൾക്ക് സെയിം ഡൗട്ട് തന്നെ ആയിരിക്കും അല്ലേ? അവർ ആദ്യമായിട്ട് മോളോട് അഡ്രസ് ചോദിച്ചത് എന്തായിരുന്നു ചോദിച്ചത് അവർ? ആദ്യമായിട്ട് ചോദിച്ചത് തീർച്ചയായിട്ടും അവർക്കിപ്പം പോർഷൻസ് ഒക്കെ കംപ്ലീറ്റഡ് ആയി, അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ, അതായത് എല്ലാ പോർഷൻസും കംപ്ലീറ്റഡ് ആയ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് എല്ലാവരും എന്നോട് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ മോൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ 2026 നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം പല കുട്ടികളും ഞാൻ ഇതുവരെ പഠിച്ചത് മതിയോ, ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനി അടുത്ത ഒരു 2-3 മാസമാണല്ലോ അവരുടെ ലൈഫിന്റെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം മോളും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയി ഏറ്റവും നല്ലൊരു വിജയം കൈവരിച്ച ആളാണ്. ഒരു പക്ഷേ അപ്പം മോൾക്ക് അറിയാൻ പറ്റും ആ സമയത്തെ മോളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, എങ്ങനെയാണ് അതിനെ തരണം ചെയ്ത് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചതെന്ന്. അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ അതായിരിക്കും ഏറ്റവും വലിയൊരു സമ്മാനം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. മാക്സിമം നമ്മുടെ മൈൻഡ് എത്രത്തോളം റിലാക്സ്ഡ് ആവുന്നോ അത്രത്തോളം നമ്മുടെ പഠിത്തം ഇമ്പ്രൂവ്ഡ് ആവും. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകളോടും പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ്, ആദ്യം ടെൻഷനൊക്കെ ഒഴിവാക്കുക. ടെൻഷൻ എന്തായാലും ഉണ്ടാവും. ഇപ്പം ഞാനാണെങ്കിലും കുറച്ചൊക്കെ ടെൻഷനുള്ള ഒരാളായിരുന്നു. പക്ഷേ ശരിക്കും നമുക്ക് നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട്, നമ്മൾ ഇത്രയും നാളും പഠിച്ചത് എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എക്സാമിൻ്റെ ഒരു സമയത്താണ്. അപ്പോൾ ബ്രില്യൻറ്റിലെ എക്സാംസ് എന്ന് പറയുമ്പം എല്ലാ എക്സാംസും, അതായത് നമുക്ക് ഈസി ആയിട്ടുള്ള എക്സാംസ് ഉണ്ടാവും, അതേപോലെ ഒരു മീഡിയം ലെവലുള്ള എക്സാംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹാർഡ് ലെവലുള്ള എക്സാംസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ തരം എക്സാംസും നമുക്ക് ബ്രില്യൻറ്റിൽ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു അഡ്വൈസ് എനിക്ക് പറയാനുള്ളത്, ഒരു എക്സാമും ആരും സ്കിപ്പ് ചെയ്യരുത്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്, എല്ലാ എക്സാംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ എക്സാംസും എല്ലാവരും എഴുതുക. കാരണം എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കിനി ഏത് ടോപ്പിക്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ് ടോപ്പിക്സ് ഏതാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എല്ലാ എക്സാംസും എഴുതണം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് എല്ലാ എക്സാംസും എഴുതുക. പിന്നെ എക്സാംസിൻ്റെ മാർക്കൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, ചിലപ്പം മാർക്ക് കുറച്ച് കുറവായിരിക്കും. പക്ഷേ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഇതേ മാർക്ക് തന്നെ ആയിരിക്കും ഫൈനൽ നീറ്റിനും വരാൻ പോവുക, അങ്ങനെ വിചാരിച്ച് ഡൗൺ ആയിരിക്കരുത്. അതുപോലെ തന്നെ നല്ല മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത്രയൊക്കെ മതി, എനിക്കിപ്പോൾ തന്നെ നല്ല സ്കോർ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതേപോലെ പോയാൽ മതി, അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഫൈനൽ നീറ്റ് എക്സാമിൻ്റെ ആ ഒരു ഡേ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പുള്ള ഈ എക്സാംസ് ഒക്കെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു പ്രാക്ടീസ് തരുന്ന എക്സാംസ് ആണ്. അപ്പോൾ എല്ലാം സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. എന്താ പറയുക, ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് റിവൈസ് ചെയ്ത് നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്, എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഫൈനൽ എക്സാമിന് അത് ഉപകാരമാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിവിഷൻ ഇല്ലാണ്ട് നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ മോള് പറയുന്നുണ്ട് റിവിഷൻ ഇല്ലാതെ കാര്യമില്ല എന്ന് പറയുന്നു. മുന്നേ റിവിഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു റിവിഷൻ? ലൈക്ക് ഇപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഒരു പ്രത്യേക സ്ട്രാറ്റജി ആയിരിക്കുമല്ലോ ഫോളോ ചെയ്ത്, അതെന്തായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും അത്? പൊതുവേ ഞാൻ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ എക്സാം ആയപ്പം എനിക്കൊന്ന് മോഡൽ എക്സാംസ് ആയ സമയത്ത് ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റാക്കി വെക്കുക. ഒരു ദിവസം കംപ്ലീറ്റ് ഫിസിക്സ് അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് കെമിസ്ട്രി, അങ്ങനെയല്ല ഞാൻ ഫോളോ ചെയ്തത്. ഒരു ദിവസം തന്നെ 3 സബ്ജക്ട്സും പഠിക്കുമായിരുന്നു. അതേപോലെ തന്നെ ബ്രില്യൻറ്റിൽ നമുക്ക് കുറേ സാമ്പിൾ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ സാമ്പിൾ പേപ്പേഴ്സ് നന്നായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവിഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഷോർട്ട് നോട്ട്സ് ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ ഫിസിക്സിൽ ഫോർമുലയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ റിവൈസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അവസാനം റിവൈസ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം എസ്പെഷ്യലി ബയോളജിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചില ടോപ്പിക്സ് ഒക്കെ ഭയങ്കര വോളറ്റൈലാണ്, അപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് മനസ്സിലാക്കി അതൊക്കെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ടൈം ടേബിൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് സ്ട്രക്ചർ ആക്കി വെക്കുന്നതാണ് നല്ലത്. ഒരു ദിവസം മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം നമുക്ക് എത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യുക. പിന്നെ എക്സാം തന്നെ ഒരു റിവിഷനാണ്. നമ്മൾ ഓരോ ദിവസവും, അതായത് ആദ്യം നമുക്ക് യൂണിറ്റ് വൈസ് എക്സാംസ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്പൈൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ യൂണിറ്റ് വൈസ് എക്സാംസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു റിവിഷനാണ്. അപ്പോൾ ആ ഒരു സമയത്ത്
ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ എക്സാമിനുള്ളത് ആ ചാപ്റ്റേഴ്സ് മാക്സിമം കവർ ചെയ്തിട്ട് എക്സാം എഴുതാൻ പോവുക. ഫുൾ ചിലപ്പം പഠിച്ചു തീർക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, അത് നമുക്ക് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് കവർ ചെയ്യാം. അല്ലാതെ പഠിച്ചു തീർന്നിട്ടില്ല അതുകൊണ്ട് എക്സാം എഴുതാൻ പോകുന്നില്ല അങ്ങനെ ആരും പറയരുത്. കാരണം ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത ടോപ്പിക്സ് ആണെങ്കിലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുക. അത്രയാണ് റിവിഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്കിതിൽ നിന്ന് കേട്ടതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആര്യ ഇപ്പോൾ അഡ്രസ്സ് ചെയ്തത്. കാരണം ഷോർട്ട് നോട്ട്സ് ഉണ്ട്, അത് പഠിച്ചാൽ മതിയോ, NCERT വായിക്കണോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇപ്പോൾ അതേ വിജയിച്ച ആൾ പറഞ്ഞത് എത്ര ഷോർട്ട് നോട്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും NCERT-യിലൂടെ ഒന്ന് കടന്നു പോകണം അല്ലേ? കാരണം വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ബയോളജി പ്രത്യേകിച്ചു അല്ലേ മോനെ? അപ്പോൾ എന്തായാലും നിങ്ങൾ NCERT വായിക്കണം എന്നുള്ളത് ദേ ആര്യ ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു മോനെ. അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും അതിൽ NCERT-യുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ലൈക്ക് നമ്മൾ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രോബ്ലത്തിലായിരിക്കുമല്ലോ കൂടുതൽ നമ്മുടെ ഒരു ശ്രദ്ധ പോകുന്നത്. അവിടെ അതർ ദാൻ ഫോമുല ബുക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഷോർട്ട് മെറ്റീരിയൽസിനപ്പുറം ഞാൻ NCERT തറവായിട്ട്, അതായത് ബയോളജി വായിക്കുന്ന പോലെ വായിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അതെങ്ങനെയായിരിക്കും? ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബയോളജി വായിക്കുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഫിസിക്സിൽ മാക്സിമം നമ്മൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കുക, അതിനുശേഷം നമ്മൾ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അത് തന്നെയാണ് ഫിസിക്സിന് ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വെറുതെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചതുകൊണ്ട് ഫിസിക്സിൽ നമുക്ക് അത്ര അത് യൂസ്ഫുൾ ആവാൻ സാധ്യതയില്ല. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ, കെമിസ്ട്രിയിൽ ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ അത് ഏകദേശം ഫിസിക്സ് എങ്ങനെയാണോ നമ്മൾ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്തതുപോലെയാണ് ഏകദേശം ആ ഒരു രീതിയിലാണ് ഫിസിക്കൽ കെമിസ്ട്രി അപ്രോച്ച് ചെയ്യുക. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് റീഡിങ് മസ്റ്റാണ്. പക്ഷേ അത് തന്നെ എന്താ പറയുക, ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ ഈവൻ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ പോലും NCERT ടെക്സ്റ്റ് ബുക്ക് റീഡിങ്, കെമിസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം NCERT ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫിസിക്സിന്റെ കാര്യത്തിലാണ് NCERT-ന്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് ഇല്ല. ഭയങ്കര ഇൻഡെപ്തിലേക്ക് പോയി NCERT വായിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ആ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം മാക്സിമം പ്രോബ്ലം ചെയ്ത് പോവുക അല്ലേ മോനെ? അപ്പോൾ വേറെയും ഒരു കാര്യം മോൾ ഇപ്പോൾ പറഞ്ഞു, നമുക്ക് എന്തായാലും ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും, അപ്പോൾ സ്ട്രെസ് ഒക്കെ വരും. അതിനെ ഓവർകം ചെയ്ത് റിലാക്സ് ചെയ്ത് പഠിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും എന്ത് ചെയ്യണം, ഇനി എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയാലോ. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ആരും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ചും അത് വന്നു പോകും. ആ ഒരു സ്ട്രെസ് മോളും കടന്നു പോയിട്ടുണ്ടാകാം. ആ വന്ന സമയങ്ങളിലെല്ലാം എങ്ങനെയായിരിക്കും ആ സ്ട്രെസ്സിനെ ഒന്ന് ഓവർകം ചെയ്തു പോയത്? അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ സ്ട്രെസ് എന്ന് പറയുന്നത്, എനിക്ക് സ്ട്രെസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. കാരണം നമുക്ക് സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ടെൻഷൻ വരേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ അതൊരു നാച്ചുറൽ സംഭവമാണ്. ടെൻഷൻ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ടെൻഷൻ ഒരു പരിധി കടന്നു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പഠിത്തത്തിനെ ബാധിക്കും, നമ്മുടെ ഹെൽത്തിനെ എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ ടെൻഷൻ ഉള്ളത് നല്ലതാണ്, പക്ഷേ ഒരു ഹെൽത്തി ലെവലിലുള്ള ടെൻഷനാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ മാക്സിമം എന്താ പറയുക, റിലാക്സിങ് എക്സസൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പം ഞാൻ വീട്ടിലായതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എൻ്റെ ഹോബീസൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. പാട്ട് പാടാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, അതൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും റിലാക്സിങ് എക്സസൈസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാം. എനിക്കറിയാം ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ടെൻഷൻ അടിക്കരുതെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ശരിക്കും അത് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ടെൻഷൻ ഉള്ളത് കൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പക്ഷെ അതിനൊരു മിനിമം ഒരു ഹെൽത്തി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. അതെ, ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പർപ്പസ്ഫുള്ളി അയ്യോ ടെൻഷൻ വരണേന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ലെങ്കിൽ കൂടി ഈ പറഞ്ഞ കാലം വലിയൊരു കാര്യമാണ്. നിങ്ങൾ 24 hours ഞാൻ പഠിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല സമയം പഠിച്ചിട്ട് ബാക്കി സമയം ഈ പറയുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ ഇതുപോലുള്ള ഹോബീസിലൊക്കെ ഇൻവോൾവ് ആവുന്നതിൽ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ഇപ്പോൾ വിജയിച്ച ആളാണിത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞത് ഇടയ്ക്ക് പാടാൻ ഇഷ്ടമുള്ളപ്പോൾ പാടുന്നു, ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ ഡാൻസ് കളിക്കുന്നു എന്ന് പറയുന്നത് സമയം എത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് വലിയ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാക്കാതെ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ്. നിങ്ങളും ഇതൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് തന്നെ പോകണം കേട്ടോ. പിന്നെ മോനെ, പരീക്ഷാ സമയത്ത് ടൈം മാനേജ്മെന്റ്, ആംബിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഡൽ എക്സാമിൽ നിന്നായിരിക്കുമല്ലോ മോക്ക് കിട്ടിയത്. അതൊക്കെ ഒരു പരിധിവരെ എങ്ങനെ പരീക്ഷാ ഹാളിൽ മോക്ക് യൂസ്ഫുൾ ആയിരുന്നു? നമ്മൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും, അതായത് ഇപ്പം നീറ്റ് എക്സാമിൽ നമുക്ക് ഫിസിക്സ് ആണ് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക, പിന്നെ കെമിസ്ട്രി, പിന്നെയാണ് ബയോളജി ഉണ്ടാവുക. അപ്പോൾ ചില ആളുകൾ ആദ്യം ബയോളജി സ്റ്റാർട്ട് ചെയ്യും, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, അങ്ങനെയാണ് പോവുക. ചില ആളുകൾ ആദ്യം ഫിസിക്സ് തന്നെ എഴുതും. ഇപ്പം ഞാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ ആദ്യം ഫിസിക്സ് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്, പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജി. അപ്പം ആ ഒരു കാര്യം നമുക്ക് ഇപ്പം ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്ത് നമ്മൾ ഏകദേശം ഏത് സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവും. അതേപോലെ ടൈം മാനേജ്മെന്റ് അത് പ്രാക്ടീസിലൂടെ മാത്രം വരുന്നൊരു കാര്യമാണ്. നമ്മൾ എക്സാം എഴുതി ശീലിച്ചാൽ മാത്രമേ നമുക്ക്
എക്സാമിന് ഫൈനൽ നീറ്റ് എക്സാമിന് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമായി എന്ന് വരാം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് മാത്രം ടൈം മാനേജ്മെൻറ്റ് ശരിയാവില്ല. അപ്പോൾ അതിനാണ് എക്സാംസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ എക്സാംസ് മാക്സിമം നമ്മൾ ഇവിടെ നിന്നുള്ള എക്സാംസ് മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം എക്സാംസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അത്രയും പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എനിക്ക് ഇവിടുത്തെ എക്സാംസിന് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം കിട്ടിയത് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരു നീറ്റ് മോഡലൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ഞാൻ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക്, അതായത് കേരള റാങ്ക് 1 വാങ്ങിയിരിക്കുന്നത്, ആ വിജയത്തിലേക്ക് എത്തുന്ന ഒരു പ്രതീക്ഷ എപ്പോഴെങ്കിലുമൊക്കെ വന്നു തുടങ്ങിയിരുന്നോ അതോ അങ്ങനെയല്ല ഞാനൊരു നല്ല മെഡിക്കൽ കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ വേണം അങ്ങനെയായിരുന്നു? എന്തായിരുന്നു എയിം? നമുക്കൊരു എയിം വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴായിരിക്കും ആ എയിം അത്രയും കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പൻ ആവുന്നത് അല്ലേ? അതെങ്ങനെയായിരുന്നു മോനെ? എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് ഞാൻ ഒരിക്കലും താഴെയായിട്ട് ചിന്തിച്ചിട്ടില്ല. എനിക്കെപ്പോഴും എന്നെ കൊണ്ട് പറ്റാവുന്ന ആ ഒരു മാക്സിമം സ്കോർ എത്തണം, അത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. നമുക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. അപ്പോൾ ഞാൻ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ ബ്രില്യൻ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ എനിക്ക് എൻ്റെ ഒരു മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റണം, ആ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 720 ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. മാക്സിമം സ്കോർ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കണം. പിന്നെ മോഡൽ എക്സാംസ് ആവുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ മോഡൽ എക്സാംസിനൊക്കെ നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പം നല്ല സ്കോർ വരുമ്പോൾ എന്തായാലും നമുക്ക് കോൺഫിഡൻസ് കൂടും. പക്ഷെ എന്ന് കരുതി സ്കോർ കുറഞ്ഞെന്ന് വിചാരിച്ച് നമുക്ക് അവസാനം കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എപ്പോഴും ഒരാൾക്ക് ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇടയ്ക്ക് നല്ല സ്കോർ കിട്ടും, ചിലപ്പം കുറച്ച് കുറഞ്ഞു പോകും. പക്ഷെ അത് നമ്മൾ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എപ്പോഴും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം. ഏറ്റവും മാക്സിമം സ്കോർ 720 തന്നെ ടാർഗറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരും പഠിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, എത്ര ഒരു 650 ആയാലും കുഴപ്പമില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. അപ്പം ഞാനെപ്പോഴും എൻ്റെ ടാർഗറ്റ് എപ്പോഴും 720 ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പഠിച്ചത്. ജസ്റ്റ് ഒരു അഡ്മിഷൻ എന്നുള്ളതിലുപരി നമുക്ക് 720 1 റാങ്ക് എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ പഠിച്ച് അത് സ്വായത്തമാക്കിയ ആളാണ് ആര്യ. നമ്മളെ ഒരു കാര്യം കൂടെ, 3 വർഷം മുന്നേ ഈ ക്യാമ്പസിൽ വന്ന് ഓൺലൈനായിട്ടാണ് പഠിച്ചതെങ്കിലും എക്സാം എഴുതാൻ ഈ കോഴിക്കോട് ക്യാമ്പസിലാണ് എത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ദേ വീണ്ടും MBBS വിദ്യാർത്ഥിനിയായി ഈ ക്യാമ്പസിലേക്ക് വന്നു. അപ്പോൾ ആര്യ എന്ന വ്യക്തിയിൽ വന്ന മാറ്റം എന്താണ്? ആര്യ എന്ന വ്യക്തിയിൽ വന്ന മാറ്റം എനിക്ക് തോന്നുന്നു, ഞാൻ പണ്ട് മുതലേ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പം അന്നത്തേക്കാളും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എൻ്റെ ഒരു ഇൻട്രാക്ഷനൊക്കെ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജ് എത്തിയതിനു ശേഷം ഇപ്പം നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഒക്കെ വരുമല്ലോ, അങ്ങനെ എനിക്ക് പൊതുവെ പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ആസ്പെക്റ്റിലാണ് എനിക്ക് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി ഞാൻ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പണ്ടേ പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല, പക്ഷേ ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ ആ ഒരു ആസ്പെക്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മോനെ അതുപോലെ വേറെയും ഒരു കാര്യം കേട്ടോ, ഞാൻ നിങ്ങൾ ഒരു കുഞ്ഞുമായിട്ട് ആര്യയുടെ അടുത്ത് സംസാരിച്ചോന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ആ കുഞ്ഞ് മോളോട് ചോദിച്ചത്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് വേർത്തിയർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് മോനെ? എനിക്ക് തോന്നുന്നു പലർക്കും ഞാൻ ഇത്രയും ഈ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കുന്നതിൻ്റെ അത്രയും വേർത്തിയർ ആണോ ഇത് എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണ് മോളെ അഡ്രസ്സ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇറ്റ്സ് വർത്ത് ഇറ്റ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളെല്ലാവരും ഈ ഒരു പ്രൊഫഷൻ ആഗ്രഹിച്ച് ഇതിൽ വന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസിഷൻ ഒരിക്കലും തെറ്റല്ല. അങ്ങനെ ഒരു വിശ്വാസം അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് ആദ്യം എടുത്ത് കളയേണ്ടത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി അല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് ഒരു മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ഒരുപാട് പഠിക്കാനുണ്ട്, അത് സത്യമാണ്. നമ്മൾ നീറ്റിന് പഠിച്ചതുപോലെ തന്നെ അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാനുള്ളതിൻ്റെ ലോഡ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഡിസിഷൻ തെറ്റിപ്പോയോ അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ളൊരു കോഴ്സാണിത്. ഇവിടെ പഠിത്തം മാത്രമല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് വരുമ്പോൾ പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിചാരം ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം.
മാത്രമല്ല നമ്മൾ പലരും വിഷമിക്കുന്ന പല ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ വേറെ ഇല്ലയെന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് വേർത്തിയർ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ ആര്യ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. മോനെ, അതുപോലെ ഈ പറഞ്ഞ പോലെ അന്ന് ഞങ്ങളെല്ലാവരും ഞെട്ടിയൊരു ഡിസിഷൻ ആയിരുന്നു ആര്യയുടേത്. നമ്മളെല്ലാവരും ഓൾ ഇന്ത്യ 23 റാങ്ക്, കേരള റാങ്ക് 1 എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ എയിംസ് ഡൽഹി എന്നാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനെ വിട്ടിട്ട് ആര്യ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി എനിക്ക് കോഴിക്കോട് മതി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മതി എന്ന് തീരുമാനിച്ച് കോഴിക്കോടിന്റെ ആളാണ്. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ആ തീരുമാനം എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു? ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ചുകൂടെ ഇവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിന്റെ ആൻസർ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, അത് പലപ്പോഴും ഞാൻ നേരിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാനിവിടെ കോഴിക്കോട് വന്നതിന് ശേഷം ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ എല്ലാവർക്കും എന്നെ കാണുമ്പോൾ അത് തന്നെയായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ കോൺഷ്യൻസ് എന്താണ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ജനറലി എന്താ പറയുക, ഒരു ജനറൽ കാര്യമാണ് ഈ ഓൾ ഇന്ത്യയിൽ ടോപ്പ് 50 വരുന്ന ആളുകൾ എയിംസ് ഡൽഹി പോവും. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ആദ്യം ഇവൻ നീറ്റിന് പ്രിപ്പയർ ചെയ്ത സമയത്തും ഞാൻ എയിംസ് ഡൽഹി തന്നെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു പഠിച്ചത്. അതേപോലെ റിസൾട്ട് വന്ന സമയത്തും ഞാൻ എയിംസ് ഡൽഹി അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം ഞാൻ തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തി നോക്കി. അപ്പം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കോൺഷ്യൻസ് പറയുന്ന ആ ഒരു കാര്യമാണ് ഞാൻ കേൾക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് എൻ്റെ മാത്രം ഡിസിഷനാണ്. ഇതിൽ വേറെ ആരും എന്നോട് ഏത് കോളേജിൽ പോകണം അങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ തന്നെ എടുത്ത ഡിസിഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മളുടെ കംഫർട്ട് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യൻസ് എന്താണോ പറയുന്നത് അത് നമ്മൾ കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെടുത്ത ഡിസിഷൻ തെറ്റാണോ ശരിയാണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ഉന്നയിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പം എടുത്ത ഈ ഒരു ഡിസിഷൻ, അത് എനിക്ക് എത്രത്തോളം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5.5 വർഷം MBBS കോഴ്സ് പഠിക്കുന്ന ഈ ഒരു കാലയളവിൽ എനിക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, അപ്പം അതിനനുസരിച്ചായിരിക്കും ഞാനെടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റാം. അപ്പോൾ എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടുള്ളത്, ഞാനിവിടെ നല്ല കംഫർട്ടബിൾ ആണ്. ഞാനിവിടെ എത്തിയത് മുതൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എല്ലാ ദിവസവും നല്ല സന്തോഷമുണ്ട്. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് അല്ലെങ്കിൽ എനിക്കൊരു വിഷമം തോന്നാത്തിടത്തോളം കാലം എൻ്റെ ഡിസിഷൻ ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ മറ്റൊന്നും തന്നെ അതിൻ്റെ ക്രൈറ്റീരിയ അല്ല എന്നാണ് നമ്മളോട് ആര്യ ഇപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ക്വസ്റ്റ്യനുകൾക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ ആര്യ മറുപടി പറഞ്ഞിട്ടുണ്ടാകും. മോനെ, ഇപ്പോൾ അവർ ഏറ്റവും, ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞെടുത്ത് വീണ്ടും എത്തുന്നു, അവർ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സമയത്തൂടെ കടന്നു പോവാണ്. അപ്പോൾ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസാനമായിട്ട് അവരുടെ അടുത്തൊന്ന് പറഞ്ഞ് നമുക്ക് ചുരുക്കി വൈൻഡപ്പ് ചെയ്യാനായിട്ട്? അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാവും, പക്ഷേ ഒരു ഹെൽത്തി ലെവലിൽ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ ഹെൽത്ത് ഒന്നും ആരും ഉറക്കളച്ച് പഠിക്കുക. പലരും ചോദിച്ചിട്ടുണ്ട് രാത്രിയൊക്കെ ഉറങ്ങാണ്ടിരുന്ന് പഠിക്കണോ? അതിനൊന്നും ആവശ്യമില്ല. ഞാനൊക്കെ മാക്സിമം എനിക്ക് ഒരു കറക്റ്റ് ടൈം ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഉറക്കം ഒഴിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് എന്തായാലും നമ്മൾ ആദ്യം നന്നായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മാക്സിമം റിലാക്സ് ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ എപ്പോഴും ഞാൻ കുറേ ഡൗട്ട്സ് ഒക്കെ മാമിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ പറയാനുള്ളത് റിവിഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നന്നായിട്ട് മാക്സിമം പറ്റുന്നിടത്തോളം റിവൈസ് ചെയ്യുക. നമ്മൾ ചിലപ്പം 100% പെർഫെക്ഷനിൽ നമുക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. കാരണം ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം 100% ചിലപ്പം പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻപുട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ദേ എന്നെ കേട്ട എല്ലാവരും, ആര്യയെ കേട്ട എല്ലാവരും, നിങ്ങളുടെ ഒരുപാട് ക്വറീസ് അല്ലെങ്കിൽ ഒരുപാട് ആകുലതകൾക്കാണ് ആര്യയുടെ ഈ മറുപടി ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും ആര്യയുടെയും വക ഒരു ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.